ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഒരു വോൾ ഡെക്കറാണ്, മിറർ വെച്ചിട്ടാണേ. അപ്പോൾ ഇത് ഈ മേക്കപ്പ് ബോക്സിൽ നിന്ന് പൊട്ടി വീണതാണ് കേട്ടോ ഈ മിറർ. അപ്പോൾ നമുക്കതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ കേക്ക് ബേസാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പേപ്പർ റോൾ ചെയ്തിട്ട് സ്ട്രോ പോലെ ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ കറക്റ്റ് സൈസിനനുസരിച്ചിട്ട്. അപ്പോൾ ഇത് പഴയ വീഡിയോ ആണ് കേട്ടോ, പുതിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പഴയത് ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്യാതെ ഇട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഫിംഗേഴ്സൊക്കെ കാണുന്നത്. ഇത് പഴയ വീഡിയോ, മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് ഉണ്ടാവുക. എന്നിട്ട് സൈഡിൽ 4 കോർണേഴ്സ് വരും. ആ 4 കോർണറിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ പിന്നെ അത് നിർത്തിയത്. ഇപ്പം ഞാനത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ ഈ 4 കോർണേഴ്സിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കളർ ഡോട്ട് വെക്കാനാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ എടുത്ത വീഡിയോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാലോ, അക്രിലിക്കിൻ്റെ കളേഴ്സാണ്. ഫെവിക്രിലിൻ്റെ പേസ്റ്റൽ കളർ സെറ്റിൽ വയലറ്റ് ലാവൻഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. എൻ്റെ വൈറ്റ് ചുമരായതുകൊണ്ട് ഞാൻ അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണത്, കുറച്ച് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ വൈറ്റ് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. സാധാരണ ഈ ഒരു സെറ്റിൽ നമുക്ക് ഈ വൈറ്റ് ഇങ്ങനെ പേസ്റ്റൽ കളർ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റിൽ നിന്നാണ് ഞാൻ വൈറ്റ് എടുത്ത് ഉപയോഗിക്കുന്നത്. മിക്സ് ആൻഡ് മാച്ചായിട്ട് എല്ലാം കൂടെ ചെയ്യാണ്. അപ്പോൾ ഇതിൽ നിന്ന് വൈറ്റ് എടുത്തിട്ട് നമ്മൾ ഡോട്ട് വെച്ച് കൊടുക്കണം. ഒരു തിൻ ബ്രഷാണ് എടുത്തിരിക്കുന്നത്. ആ ബ്രഷ് കുറച്ച് ഡാർക്കായിട്ട് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒരു ഡോട്ട് പോലെ വെച്ച് കൊടുക്കുക. ചെറിയ ഡോട്ടല്ല, കുറച്ച് ലെങ്ത്ത് പോലെ, ഒരു റെയിൻ ഡ്രോപ്പ് പോലെ. വരയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഫൈനൽ റിസൾട്ട് നന്നായിട്ടുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. എനിക്കിഷ്ടമായി പേഴ്സണലി. അപ്പോൾ ഇത് ഞാൻ ചുമരും ഒട്ടിക്കാൻ പോകണം. എൻ്റെ ഡ്രസ്സിങ് ടേബിൾ എന്ന് പറയുമ്പോൾ ഒരു ടേബിൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഐലൈനറൊക്കെ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ഇതാകുമ്പോൾ നേരിട്ട് ഒട്ടിക്കാലോ എന്നുള്ള ഐഡിയയിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ റൂമിൽ ഓൾറെഡി ഞാൻ കുറച്ച് എസ്തെറ്റിക് സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്ക് വെക്കാനാണ് ഇത്. അപ്പോൾ ഞാനത് അവസാനം കാണിക്കുന്നുണ്ട്. അത് സിമ്പിളായിട്ട് നമുക്കൊരു റൂം എസ്തെറ്റിക്കായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ഇടാൻ പോവുകയാണ് എന്തായാലും. അപ്പോൾ ഇത് ഇതുപോലെ കണ്ടില്ലേ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ 2 ചുമരും തമ്മിൽ എന്തോ ഒരു കുടുംബ പ്രശ്നം കാരണം വിള്ളലാണ് കേട്ടോ. അപ്പോൾ ഈ വിള്ളൽ മറക്കാനാണ് ഞാനിത് ഒട്ടിക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ ഉണ്ട്. നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കിഷ്ടമായിട്ടോ. എന്തായാലും യൂസ്ഫുള്ളാണ്. സോ എസ്തെറ്റിക്കായിട്ട് എങ്ങനെ ഒരു റൂം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ എന്തായാലും ഇടും. സോ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.